18ാം ലോക്സഭാ സമ്മേളനത്തിലെ രണ്ടാം ദിവസത്തിൽ എംപിമാരുടെ സത്യപ്രതിജ്ഞ തുടരും. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നതാണ്. BJP സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കും എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകില്ല എന്ന നിലപാടിലേക്കും BJP പോകുന്നു. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കാൻ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തുന്ന സാഹചര്യം. അങ്ങനെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ദില്ലിയിൽ നടക്കുകയാണ്. വിവരങ്ങളുമായി സിബി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പ്, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. BJP തന്നെ സ്പീക്കർ പദവി ഏറ്റെടുക്കാനാണ് സാധ്യത എന്ന് കേൾക്കുന്നു. ഘടകകക്ഷികൾക്ക് നൽകില്ല. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിനും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് BJP ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മത്സരം ഒഴിവാക്കാൻ പ്രതിപക്ഷ കക്ഷികളുമായി ആശയവിനിമയം നടത്തുന്നു BJP നേതൃത്വം. മനു, തീർച്ചയായും സ്പീക്കർ പദവിയിലേക്ക് ഒരു മത്സരം ഒഴിവാക്കി സമവായത്തിലെത്താനുള്ളൊരു ശ്രമം ഊർജിതമാക്കുകയാണ് BJP. എന്തായാലും ഇത്രയും ദിവസം വരെയും അല്ലെങ്കിൽ ഈ അവസാന മണിക്കൂറുകളിലാണ് ഇത്തരത്തിലൊരു ശ്രമം BJP നടത്തുന്നത്. ഇതുവരെയും പ്രതിപക്ഷ നേതാക്കളുമായി യാതൊരുവിധ ചർച്ചകളും BJP നടത്തിയിരുന്നില്ല. ഇതിൽ വലിയ ആരോപണം പ്രതിപക്ഷ നേതാക്കൾ അടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സ്പീക്കർ പദവിയിലേക്ക് ഒരു മത്സരം ഉണ്ടാകുമെന്നൊരു പ്രതീതി വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു സമവായം ഉണ്ടാക്കാനുള്ള ഒരു നീക്കം BJP നടത്തുന്നത്. നേരത്തെ തന്നെ സ്പീക്കർ പദവിയിലേക്ക് സമവായം ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. രാജ്നാഥ് സിംഗ് ഇപ്പോൾ ഇന്ന് രാവിലെ ഇന്ത്യ സഖ്യ നേതാക്കളെ ഫോണിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മല്ലികാർജ്ജുൻ ഖാർഗെയുമായും MK സ്റ്റാലിനുമായും മമതാ ബാനർജിയുമായിട്ടും അഖിലേഷ് യാദവുമായിട്ടെല്ലാം തന്നെയും ഇപ്പോൾ ഈ ഇത്തരത്തിൽ രാജ്നാഥ് സിംഗ് സംസാരിച്ചു. അതുകൂടാതെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ഈ നേതാക്കളുമായി സംസാരിച്ചു എന്നെല്ലാം തന്നെയും വാർത്തകൾ പുറത്തുവരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായി സ്പീക്കർ പദവിയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. അതുകൊണ്ട് തന്നെ സ്പീക്കർ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഇതുവരെയും BJP ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ സഭയിലെ സ്പീക്കർ ഓം ബിർള തന്നെ വീണ്ടും സ്പീക്കർ ആയേക്കുമെന്നുള്ള ഒരു പേര് കൂടി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു. നേരത്തെ അമിത്ഷായും അതോടൊപ്പം തന്നെ JP നദ്ദയും എല്ലാം തന്നെയും ഓം ബിർളയുടെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച എല്ലാം തന്നെയും കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നടത്തിയിരുന്നു. എന്തായാലും ഒരുപക്ഷെ ഓം ബിർള തന്നെ സ്പീക്കറാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ആന്ധ്രയിലെ BJP സംസ്ഥാന അധ്യക്ഷയായ പുരന്ദരേശ്വരിയുടെ പേരും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ സ്പീക്കർ പദവി BJP തന്നെ ഏറ്റെടുക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സംബന്ധിച്ചും ഒരു വലിയ ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം ഡെപ്യൂട്ടി സ്പീക്കർ പദവി JDU-വിനോ TDP-ക്കോ നൽകുവാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇത്തരത്തിൽ BJP തീരുമാനിക്കുന്നത്. അതായത് ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകി ഒരു സമവായം ഘടകകക്ഷികളുമായി ഉണ്ടാക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നു. എന്നാൽ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിനാണ് നൽകേണ്ടത്. പ്രത്യേകിച്ച് ഈ തവണ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ട്. 234 സീറ്റ് പ്രതിപക്ഷത്തിന് ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അത് നൽകാൻ BJP കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കടുത്ത നിലപാട് BJP സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിന് അംഗബലമുള്ള സാഹചര്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അർഹതയുണ്ട്, അവകാശമുണ്ട്. പക്ഷേ അത് BJP സമ്മതിച്ച് കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മത്സരം ഒഴിവാക്കാനുള്ള BJP-യുടെ സമവായം നീക്കം എത്ര കണ്ട് സാധ്യമാകും? മനു, ഇന്ത്യ സഖ്യ നേതാക്കൾ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് ഏകപക്ഷീയമായി സ്പീക്കർ പദവിയിലേക്ക് BJP-ക്ക് പോകാൻ കഴിയില്ല, മത്സരം വേണ്ടി വരുമെന്ന് തന്നെയാണ്. അതല്ലെങ്കിൽ ഇവർ നേരത്തെ പറഞ്ഞിരുന്നത് ഘടകകക്ഷികളിൽ, അതായത് JDU-വിനോ TDP-ക്കോ സ്പീക്കർ പദവി നൽകിയാൽ തങ്ങൾ അംഗീകരിക്കും. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്ന ഒരു പദവി സംബന്ധിച്ച് യാതൊരുവിധ നിലപാടിന് മാറ്റമില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഘടകകക്ഷികൾക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഇന്ത്യ സഖ്യത്തെ ഒഴിവാക്കുകയും ചെയ്താൽ സ്വാഭാവികമായി അത് മത്സരത്തിലേക്ക് പോകും. നമുക്കറിയാം, കഴിഞ്ഞ 2ാം മോദി സർക്കാരിൽ കേവല ഭൂരിപക്ഷം BJP-ക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവി പോലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ 2009-ലും അതിനു മുമ്പുള്ള കാലങ്ങളിലെല്ലാം തന്നെയും UPA ഭരിക്കുമ്പോഴെല്ലാം തന്നെയും അന്ന് ഒരു കീഴ്വഴക്കം അനുസരിച്ച് അന്ന് പ്രതിപക്ഷത്തിരുന്ന BJP-ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി അന്ന് കോൺഗ്രസ് അടക്കം നൽകി.
നൽകിയിരുന്നു. പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി തന്നെ കഴിഞ്ഞ തവണ ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും ഈ തവണ ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഉണ്ടാകും. പക്ഷേ അത് പ്രതിപക്ഷത്തിന് നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായും അത് മത്സരത്തിലേക്ക് പോകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ നൽകുന്നത്. മനു, സിബി, ഇവിടെ NDAയ്ക്കുള്ളിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ ഘടകകക്ഷികൾ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്, മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി, ക്യാബിനറ്റ് പദവികൾക്ക് വേണ്ടി. പക്ഷേ അത് വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യാൻ BJPക്ക് കഴിഞ്ഞു. ഘടകകക്ഷികളെ മെരുക്കി അപ്രസക്തമായ വകുപ്പുകൾ മാത്രം നൽകി ഒതുക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ സ്പീക്കർ പദവിയിലേക്ക് NDAയിലെ ഘടകകക്ഷികൾ, പ്രത്യേകിച്ചും TDPയും JDUവും അവകാശവാദം കടുപ്പിക്കാൻ സാധ്യതയുണ്ടോ? മനു, ഇതിൽ TDP ആദ്യം മുതൽ തന്നെ ഈ സ്പീക്കർ പദവി വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം ഈ സ്പീക്കർ പദവി തങ്ങൾക്ക് സുപ്രധാനമായ വകുപ്പുള്ളതിനെയും BJP നൽകിയില്ല. അത് TDPക്ക് നൽകിയിട്ടില്ല, JDU നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പീക്കർ പദവികൾക്ക് വേണ്ടി ഈ രണ്ട് പാർട്ടികളും, ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളായി പുരോഗമിക്കുകയായിരുന്നു. ഇവിടെ രാജ്നാഥ് സിംഗ് പലതവണ ഈ രണ്ട് സഖ്യകക്ഷികളുമായി മാറി മാറി ചർച്ചകൾ നടത്തി. ചിരാഗ് പാസ്വാന്റെ പാർട്ടി ചർച്ചകൾ നടത്തി. അങ്ങനെ ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJPയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാണ്. കാരണം കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യം BJPക്ക് ഉണ്ട്. ഇനിയിപ്പോൾ ഈ സ്പീക്കർ പദവി എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും അവിശ്വാസ പ്രമേയം വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിർണായക ഘട്ടത്തിൽ സ്പീക്കറുടെ റോൾ ഏറ്റവും നിർണായകമാകുമ്പോൾ അവിടെ ഈ BJP അംഗമല്ല സ്പീക്കറെങ്കിൽ അവിടെ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. ആ ഒരു ആശങ്കയും BJPക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്പീക്കർ പദവി വിട്ടു നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് BJP എത്തപ്പെടുന്നത്. മാത്രമല്ല ഇവിടെ TDPയും അതോടൊപ്പം തന്നെ JDUവും എല്ലാ നിലയും സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനൊക്കെ താല്പര്യമെങ്കിൽ പോലും ഒരു സ്പീക്കർ പദവി ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ സംസ്ഥാനത്തിരുന്നുകൊണ്ട് ദേശീയ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ കഴിയുമെന്ന സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് അവർക്ക് താല്പര്യമെങ്കിലും ഈ സ്പീക്കർ പദവി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് BJP ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് നോക്കുകയാണെങ്കിൽ ഉദ്ധവ് താക്കറേനെല്ലാം പൊളിച്ചത് സ്പീക്കറെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. നമ്മളത് കണ്ടതാണ്. അതിപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ NDAയിലെ ഘടകകക്ഷികളെ സംബന്ധിച്ചും സ്പീക്കർ പദവി വളരെ നിർണായകമാണ്. അവർക്ക് ആ BJPയിൽ അത്ര കണ്ട് അതിനൊരു വിശ്വാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം ഈ സ്പീക്കർ പദവി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കളെ കുതിരക്കച്ചവടത്തിലൂടെ ഇല്ലാതാക്കുമോ അല്ലെങ്കിൽ മറുകണ്ഠം ചാടിക്കുമോ എന്നെല്ലാം തന്നെയും വലിയ ആശങ്ക ഇത്തരത്തിൽ JDUവിനും TDPക്കും ഒരുപോലെയുണ്ട്. കാരണം BJPയുടെ ഒരു രീതി അങ്ങനെയാണ്. സഖ്യകക്ഷികളെ അല്ലെങ്കിൽ സഖ്യ പാർട്ടികളെല്ലാം തന്നെയും ഇല്ലാതാക്കി പിളർത്തിക്കൊണ്ട് ആ പാർട്ടി ഇല്ലാതാക്കുന്ന ഒരു നയമാണ് BJP മുൻപും സ്വീകരിച്ചിട്ടുള്ള. മുൻപും സ്വീകരിച്ച നിലപാടുകളെല്ലാം തന്നെയും ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ള ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാർ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ സ്പീക്കർ പദവി വേണമെന്നൊരു ആവശ്യം അവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്താൻ BJP വൈകുന്നതും. ഈ സ്പീക്കർ പദവി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. 12 മണിക്ക് മുൻപായി തന്നെ നാമനിർദ്ദേശ പത്രിക അടക്കം സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വരും മണിക്കൂറിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ ഒരു നമുക്ക് പറയാൻ കഴിയുന്നത് ഈ സ്പീക്കർ പദവി BJP തന്നെ ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. മനു, ശരി, ഏതായാലും ലോക്സഭയിൽ സ്പീക്കർ പദവി BJP ഏറ്റെടുത്തേക്കും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് വിട്ടുകൊടുക്കേണ്ട എന്ന നിലപാടാണ് BJPക്കുള്ളിലുള്ളത്. ഇവിടെ NDAയിലെ ഘടകകക്ഷികൾ സ്പീക്കർ പദവിയിൽ കടുത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിലപാട് കടുപ്പിക്കുമോ എന്ന ചോദ്യം ഈ സമയത്ത് സജീവ ചർച്ചയായി നിൽക്കുന്നു. ഇന്ന് 12 മണിക്ക് മുൻപ് സ്പീക്കർ സ്ഥാനാർത്ഥിയിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്പീക്കറെ സംബന്ധിച്ചുള്ള ചർച്ചകളിലെ അവസാന മണിക്കൂറുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായ രാഷ്ട്രീയ ചർച്ചകൾ ദില്ലിയിൽ നടക്കുന്നു. മറുവശത്ത് BJP സമവായത്തിൻ്റെ സാധ്യതകൾ, സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കുന്നതിനുള്ള സമവായത്തിൻ്റെ സാധ്യതകൾ തേടുന്നുണ്ട്. ഇന്ത്യ സഖ്യകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തുന്നു. രാജ്നാഥ് സിംഗ് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ BJP കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു നിലപാട് മയപ്പെടുത്താൻ പ്രതിപക്ഷ കക്ഷികളും നിലപാട് മയപ്പെടുത്താൻ സാധ്യതയുണ്ടാവില്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും വരും സമയങ്ങളിൽ ഇതിലൊരു സജീവ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയും. വിവരങ്ങളാണ് സിബി നൽകിയത്.